ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. UDF പിന്തുണയോടെ വിമതർ മത്സരിച്ച തളിപ്പറമ്പിലും പയ്യന്നൂരിലും അടിയൊഴുക്കിൽ CPM-ന് ആശങ്കയുണ്ട്. പാർട്ടി വോട്ടുകളിൽ അടിയൊഴുക്കുണ്ട് എന്നാണ് വിലയിരുത്തൽ. പയ്യന്നൂരിൽ ഭൂരിപക്ഷം നേർപകുതിയായി കുറഞ്ഞേക്കാം. 20,000 വോട്ടുകളാണ് ഭൂരിപക്ഷമായി CPM പ്രതീക്ഷിക്കുന്നത്. തളിപ്പറമ്പിൽ ഭൂരിപക്ഷം 10,000-ൽ താഴെയാകുമെന്നും കണക്കുകൂട്ടലുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മണ്ഡലം കമ്മിറ്റികളുടെ കണക്ക് അവതരിപ്പിച്ചു. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, പയ്യന്നൂരിൽ 49,000-ആണ് ഭൂരിപക്ഷം. 24,000 വോട്ട് തളിപ്പറമ്പിലുണ്ട്. അത് നേർപകുതിയായി കുറയാനുള്ള സാഹചര്യം കണക്കുകൂട്ടുകയാണ്. പാർട്ടി വോട്ടുകൾ, കേഡർ വോട്ടുകൾ കുത്തി ഒഴുകി വിമതരിലേക്ക് പോയി എന്നുള്ള വിലയിരുത്തൽ എങ്ങനെയാണ് CPM-ന് ഉണ്ടാകുന്നത്? മാധവ്, തീർച്ചയായിട്ടും വലിയ രീതിയിൽ അടിയൊഴുക്ക് സംബന്ധിച്ച CPM ഇപ്പോൾ ആശങ്കപ്പെടുകയാണ്. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് കണക്കുകൾ ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് ഇത്തരമൊരു ആശങ്ക CPM-നെ വല്ലാതെ വേവലാതിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള കണക്കിൽ പയ്യന്നൂരിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ അവിടെ പാർട്ടി കണക്ക് കൂട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് 13,000 മുതൽ 20,000-ത്തിനിടയിൽ ഉള്ള വോട്ടിന് അവിടെ പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥി ജയിക്കും. പക്ഷേ ആ പാർട്ടി ജയിക്കുമെന്ന് പറയുമ്പോൾ കൂടി അവിടെ ഈ തരത്തിൽ 49,000-ൽ നിന്നും 20,000-ത്തിലേക്ക് ഭൂരിപക്ഷം എത്തുമ്പോൾ എന്തായാലും പാർട്ടി ഇത് സംബന്ധിച്ച് പിന്നീട് വിശദമായ രീതിയിൽ പരിശോധന നടത്തേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടിക്ക് കണക്ക് പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിലൂടെ തന്നെ വ്യക്തമാവുന്നത്. എന്തായാലും UDF-ന്റെ വിമതൻ അത്ര നിസ്സാരമല്ലാത്ത ഒരു വെല്ലുവിളി അവിടെ ഉയർത്തിയിട്ടുണ്ട് എന്ന് പാർട്ടി തന്നെ, അതായത് CPM തന്നെ വിലയിരുത്തുകയാണ്. തളിപ്പറമ്പിൽ അവസ്ഥ കുറച്ചുകൂടി സങ്കീർണമാണ്. തളിപ്പറമ്പിൽ 24,000 വോട്ടുകൾ മാത്രമാണ്, 24,000 ചുവടെ വോട്ടുകൾ മാത്രമാണ് 2021-ൽ MV ഗോവിന്ദന് അവിടെ ഭൂരിപക്ഷമായി നേടാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ ആ വോട്ട് പിന്നെയും കുറയും എന്നുള്ളതാണ് പാർട്ടിയുടെ കണക്ക് തന്നെ വ്യക്തമാക്കുന്നത്. അതായത് 6,000-നും 10,000-നും ഇടയിലായിരിക്കും PK ശ്യാമള ജയിക്കുന്നുണ്ടെങ്കിൽ ജയിക്കുക എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഈ അടിയൊഴുക്ക് സംബന്ധിച്ച് CPM ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ഇലക്ഷന് ശേഷം, അതായത് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തലുകളിലേക്കും പാർട്ടിക്കകത്തു തന്നെ പരിശോധനയിലേക്കും ഒക്കെ കടക്കേണ്ടി വരും. സ്വാഭാവികമായും എവിടെയാണ് പിഴവ് സംഭവിച്ചത്, അണികളെയും പാർട്ടി കേഡറുകളെയും ഒന്നും തന്നെ ഈ വിമതർ UDF-ൽ നിന്ന് വിമതരായി UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടുള്ള CPM-ന്റെ വിമതർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ പാർട്ടി അംഗങ്ങളെയും പാർട്ടി കേഡർമാരെയും പാർട്ടി അനുഭാവികളെയും പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളെയും ഒന്നും തന്നെ ബോധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലേ എന്നുള്ള ചോദ്യമായിരിക്കും ഫലം വന്നതിന് ശേഷം പ്രധാനമായും ഉയരുക. എന്തായാലും പാർട്ടി തന്നെ വിലയിരുത്തുന്നത് ശക്തമായ രീതിയിലുള്ള അടിയൊഴുക്കുണ്ട്. പക്ഷേ ആ അടിയൊഴുക്കുണ്ട് എന്ന് പറയുമ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും അടക്കമുള്ള പാർട്ടി കോട്ടകളിലാണ് ഇത്തരത്തിൽ വിള്ളലുണ്ടായി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്നത്. പയ്യന്നൂരിലെ ഭൂരിപക്ഷം 20,000-ആയി കുറയും. ഏതാണ്ട് 29,000 വോട്ടിന്റെ കുറവ് പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴുണ്ടാകുന്നു എന്നതാണ് പാർട്ടി വിലയിരുത്തൽ. തളിപ്പറമ്പിൽ അത് 10,000-ആയും കുറയും എന്ന് വിചാരിക്കുന്നു.